ഹലോ എവ്രി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെക്യൂർഡ് സോക്കറ്റ് ലെയർ ആണ്. സെക്യൂർഡ് സോക്കറ്റ് ലെയറിന് നമ്മൾ SSL എന്ന് പറയും. ഈ SSL എന്ന് പറയുന്നത് നമുക്ക് ഒരു നെറ്റ്വർക്കിലൂടെ ഒരു ഡോക്യുമെൻറ്റിനെ സെക്യൂറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ ഈ SSL എന്ന് പറയുക. ഈ SSL ഡെവലപ്പ് ചെയ്തത് നെറ്റ്സ്കേപ്പ് ആണ്. ഈ SSL ടെക്നോളജി എന്താ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വെബ് സെർവറും ബ്രൗസറും തമ്മിൽ ഒരു പ്രൈവറ്റ് ആൻഡ് ഇൻറ്റഗ്രൽ ഡാറ്റ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ SSL ടെക്നോളജി ചെയ്യുന്നത്. SSL യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ TCP പ്രോട്ടോക്കോളാണ്, അതായത് ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോളാണ് SSL കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളെ SSLലെ ഈ സെക്യൂർഡ് സോക്കറ്റ് ലെയറിലെ സോക്കറ്റ് എന്താ റെഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലയൻറ്റും സെർവറും ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ആ ഒരു മെക്കാനിസത്തിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോക്കറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു SSL സെക്യൂർ സോക്കറ്റ് ലെയർ യൂസ് ചെയ്ത് നമ്മളൊരു സെക്യൂർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ആ വെബ് സെർവറിന് ഒരു SSL സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, SSL കണക്ഷൻ സെക്യൂർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു SSL സർട്ടിഫിക്കറ്റ് വെബ് സെർവറിന് ആവശ്യമുണ്ടെന്ന് പറയാൻ കാരണം. SSL എന്താ മെയിനായിട്ട് നടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് നെറ്റ്വർക്ക് കണക്ഷനെ എൻക്രിപ്റ്റ് ചെയ്യും. ആ ഒരു മെക്കാനിസമാണ് ഈ SSL നടക്കുന്നത്. അതായത് SSL ഫോളോ ചെയ്യുന്നത് അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസമാണ്. ക്രിപ്റ്റോഗ്രഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളെ വേറൊരു ഫോമിലേക്കാക്കുക. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റനെ വേറൊരു ഫോമിലേക്കാക്കിയിട്ട് അത് റെസിപ്പിയൻ്റ് സൈഡിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ക്രിപ്റ്റോഗ്രഫിയിൽ നടക്കുന്നത്. ആ ഒരു മെക്കാനിസമാണ് SSLലും നടക്കുന്നത്. ആ ഒരു മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത് SSL. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ വെബ് ബ്രൗസർ രണ്ട് കീകളെ ക്രിയേറ്റ് ചെയ്യും. പ്രൈവറ്റ് കീയും പബ്ലിക് കീയും. നമുക്കറിയാം എന്താണ് പ്രൈവറ്റ് കീ പബ്ലിക് കീ എന്നൊക്കെ ഉള്ളത്. പബ്ലിക് കീ എവിടെയാണ് പ്ലേസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡാറ്റ ഫയലിലായിരിക്കും പബ്ലിക് കീ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് കീ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ റെസിപ്പിയൻറ്റിൽ മാത്രമായിരിക്കും ഈ പ്രൈവറ്റ് കീ പ്ലേസ് ചെയ്യുക. പബ്ലിക് കീ പ്ലേസ് ചെയ്ത് വെക്കുക ഡാറ്റ ഫയലിലും ആയിരിക്കും. ഈ ഒരു മെക്കാനിസം ആണ് SSL നടക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് SSLൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് SSLൽ: ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ പ്രൈവസി, ക്ലയൻറ്റ് സെർവർ ഒതൻറ്റിക്കേഷൻ. ഡാറ്റ ഇൻറ്റഗ്രിറ്റി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡാറ്റ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ടാമ്പറിങ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അൾട്ടർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഡാറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയാം. ഇനി ഡാറ്റ പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റേനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക. അതായത് ബാക്കിയുള്ള ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഡാറ്റേനെ സെക്യൂർ ചെയ്ത് വെക്കുന്നതിനാണ് ഡാറ്റ പ്രൈവസി എന്ന് പറയുക. അതിവിടെ എന്തായിരിക്കും, സൈഫർ ടെക്സ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പോലെ ആയിരിക്കും നമ്മളെ ഡാറ്റ ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഡാറ്റ പ്രൈവസി എന്ന് പറയാം. ഇനി ക്ലയൻറ്റ് സെർവർ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ SSLൽ കുറേ സ്റ്റാൻഡേർഡ് ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സുകളുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ക്ലയൻറ്റിനെയും സെർവറിനെയും ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്റ്റാൻഡേർഡ് ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സുകൾ SSLൽ യൂസ് ചെയ്യുന്നത്. അതാണ് ക്ലയൻറ്റ് സെർവർ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 3 നമ്മളെ സെക്യൂർ സോക്കറ്റ് ലെയറിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ. ഇനി നമുക്ക് സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് 4 ആണുള്ളത്: SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ, ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ, ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോൾ, അലേർട്ട് പ്രോട്ടോക്കോൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്കതിൻ്റെ മുന്നേ SSL പ്രോട്ടോക്കോൾ സ്റ്റാക്കിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലെയറുകളൊക്കെ ഈ ഒരു സ്റ്റാക്കിൽ വരുന്നുണ്ട്. അത് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോള്, ചേഞ്ച് സൈഫർ സ്പെക് പ്രോട്ടോക്കോള്, അലേർട്ട് പ്രോട്ടോക്കോള്, HTTP ഉണ്ട്. ആ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ സ്റ്റാക്കിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ, TCP ആണ് SSL യൂസ് ചെയ്യുന്ന കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ IP. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ SSL പ്രോട്ടോക്കോൾ സ്റ്റാക്കിൽ വരുന്നത്.
ഇനി നമുക്ക് SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം. ഈ SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ SSL കണക്ഷന് വേണ്ടിയിട്ട് 2 സർവീസസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കോൺഫിഡൻഷ്യാലിറ്റി, മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ആണ്. കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ബാക്കിയുള്ള ആർക്കും കിട്ടാത്ത വിധത്തിൽ കോൺഫിഡൻഷ്യലായിട്ട് നമ്മുടെ ഡാറ്റേനെ വെക്കാം, അല്ലെങ്കിൽ ഡാറ്റ കണക്ഷൻ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുക. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി പറയുമ്പോൾ മെസ്സേജിന് നമുക്ക് അൾട്ടർ ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യം ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡാമേജ് ഒന്നും വരുത്താത്ത രീതിയിലും വെക്കാന്നുള്ള അങ്ങനെ 2 സർവീസസുകൾ ഈ SSL റെക്കോർഡ് പ്രോട്ടോക്കോള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ എന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഈ SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡാറ്റേനെ അതായത് കുറേ ഫ്രാഗ്മെൻറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫ്രാഗ്മെൻറ്റുകളെയൊക്കെ കംപ്രസ് ചെയ്ത് അതിനൊക്കെ എൻക്രിപ്റ്റഡ് മാക്ക് ആക്കിയിട്ട് മാറ്റും. കംപ്രസ് ചെയ്യും, ആ ഫ്രാഗ്മെൻറ്റ്സിനെയൊക്കെ കംപ്രസ് ചെയ്യും, എന്നിട്ട് എൻക്രിപ്റ്റഡ് മാക്ക് ആക്കിയിട്ട് മാറ്റും. മാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഒതൻറ്റിക്കേഷൻ കോഡാക്കിയിട്ട് മാറ്റും. അതെങ്ങനെയാണ് മാക്ക് ആക്കിയിട്ട് മാറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ SH അതായത് സെക്യൂർ ഹാഷ് പ്രോട്ടോക്കോൾസ്, മെസ്സേജ് ഡൈജസ്റ്റ് പ്രോട്ടോക്കോൾ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ അപ്പൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാക്ക് എൻക്രിപ്ഷൻ അവിടെ നമ്മൾ നടത്തുന്നത്. എന്നിട്ട് എന്താക്കും, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റേൻ്റെ കൂടെ ഈ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റേൻ്റെ കൂടെ നമ്മൾ എന്താക്കും, ഈ SSL ഹെഡറിനെയും കൂടി അപ്പൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ നടക്കുന്നത്. അതിനി നമ്മൾ ഈ ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മളെ ആപ്ലിക്കേഷൻ ഡാറ്റേനെ ഫ്രാഗ്മെൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്ത് ആ ഫ്രാഗ്മെൻറ്റുകളെ കംപ്രസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ കൂടെ അതിനെ മാക്കും കൂടി ആക്കിയിട്ട് കംപ്രഷൻ പ്ലസ് മാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനെ പിന്നെ എൻക്രിപ്ഷൻ നടത്തി, പിന്നെ എന്താക്കി ആ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റേൻ്റെ കൂടെ SSL ഹെഡറിനെയും കൂടി അപ്പൻഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് SSL റെക്കോർഡ് പ്രോട്ടോക്കോളിൽ നടക്കുന്നത്. ഇനി അടുത്തത് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളാണ്. ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെഷൻസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രോട്ടോക്കോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് പ്രോട്ടോക്കോൾ allow client and server to authenticate each other by sending a series of messages to each other. ക്ലയൻറ്റിനും സെർവറിനും തമ്മിൽ അതായത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക, തമ്മിൽ കറക്റ്റ് സെർവർ കറക്റ്റ് ക്ലയൻ്റ് ആണോ കറക്റ്റ് സെർവർ ആണോ എന്നുള്ളത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. എങ്ങനെ? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെസ്സേജുകളിൽ തമ്മിൽ സെൻഡ് ചെയ്തിട്ട് അവരെ ഒതൻറ്റിക്കേഷൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റും സെർവറും എന്തെങ്കിലും പെർട്ടിക്കുലർ സീരീസ് ഓഫ് മെസ്സേജുകൾ തമ്മിൽ സെൻഡ് ചെയ്തിട്ട് അവർ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. അത് ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോൾ. ഈ ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോൾ ഈ SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതായത് ഇപ്പം അൺലെസ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ SSL റെക്കോർഡ് ഔട്ട്പുട്ട് ഒരു പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ എന്താക്കും, അപ്പം ആഫ്റ്റർ ദ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ ദ പെൻഡിങ് സ്റ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ടു പെൻഡിങ് സ്റ്റേറ്റിനെ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ കൺവേർട്ട് ചെയ്തിട്ട് കറൻറ്റ് സ്റ്റേറ്റിലേക്ക് ആക്കിയിട്ട് മാറ്റും. ഈ ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോൾ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ മെസ്സേജസ് വിച്ച് ഈസ് ഈ ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോളിൽ ഉണ്ടാവുക ഓരോ സിംഗിൾ മെസ്സേജസുകളായിരിക്കും. ആ സിംഗിൾ മെസ്സേജ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ലെങ്ത് ഉള്ളതായിരിക്കും. അത് എപ്പോഴും ഒരൊറ്റ വാല്യൂവിനെ മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. ഈ ഒരു ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പെൻഡിങ്ങിനെ കറൻറ്റേക്ക് ആക്കിയിട്ട് മാറ്റും. ആ ഒരു പ്രോസസ്സാണ്. അതായത് പെൻഡിങ് സ്റ്റേറ്റിനെ പെൻഡിങ് സ്റ്റേറ്റ് ടു ബി കോപ്പീഡ് ഇൻ ടു കറൻറ്റ് സ്റ്റേറ്റിലേക്ക് കോപ്പി ചെയ്യുക. പെൻഡിങ് സ്റ്റേറ്റിനെ കറൻറ്റ് സ്റ്റേറ്റിലേക്ക് കോപ്പി ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചത്. നമ്മൾ പറഞ്ഞു ചേഞ്ച് സൈഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരൊറ്റ ബൈറ്റ് ആയിരിക്കും, ഒരു സിംഗിൾ വാല്യൂവിനെ ആയിരിക്കും അത് ക്യാരി ചെയ്യുക.
ഇനി അടുത്തത് പറയുന്നത് അലേർട്ട് പ്രോട്ടോക്കോൾ ആണ്. അലേർട്ട് പ്രോട്ടോക്കോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ടു കൺവേ SSL റിലേറ്റഡ് അലേർട്ട് ടു ദ പിയർ എൻറ്റിറ്റി. അതായത് SSL റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അലേർട്ടുകൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അലേർട്ട് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഓരോ മെസ്സേജിനും ഈച്ച് മെസ്സേജ് ഇൻ ദിസ് പ്രോട്ടോക്കോൾ കണ്ടെയ്ൻസ് 2 ബൈറ്റ് ഉണ്ട്. അതായത് ഈ പ്രോട്ടോക്കോളിലുള്ള എല്ലാ മെസ്സേജുകളും 2 ബൈറ്റിലായിരിക്കും ഉണ്ടാവുക. ലെവലും അലേർട്ടും, അതായത് 2 പാർട്ടുകളായിരിക്കും. ലെവൽ 1 ബൈറ്റും അലേർട്ട് 1 ബൈറ്റും. ഈ ലെവലിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് രണ്ടെണ്ണമാക്കിയിട്ട് വാർണിങ്ങും ഫാറ്റൽ എററും. വാർണിംഗ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് അലേർട്ട് ഹാവ് നോ ഇമ്പാക്റ്റ് ഓൺ ദ കണക്ഷൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. സെൻഡറും റിസീവറും തമ്മിലുള്ള കണക്ഷൻ്റെ മുകളിൽ ഈ ഒരു വാർണിംഗ് എന്നുള്ള അലേർട്ടിന് ഒരു ഇമ്പാക്റ്റും ഇല്ല. പക്ഷേ ഫാറ്റൽ എറർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ദിസ് അലേർട്ട് ബ്രേക്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. സെൻഡറും റിസീവറും തമ്മിലുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാറ്റൽ എറർ എന്ന് പറയുന്ന അലേർട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് അലേർട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മളെ സെക്യൂർ സോക്കറ്റ് ലെയറിൻ്റെ ഫീച്ചേഴ്സുകളെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് അപ്രോച്ച് ഈസ് ദാറ്റ് ദ സർവീസ് ക്യാൻ ബി ടൈലേർഡ് ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ഗിവൺ ആപ്ലിക്കേഷൻ. അതായത് ഓരോ ആപ്ലിക്കേഷൻ്റെയും നീഡ് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. SSLന് ഓരോ ആപ്ലിക്കേഷന് എന്താണോ സ്പെസിഫിക് ആയിട്ടുള്ള നീഡുകൾ അതനുസരിച്ചിട്ടുള്ള അതിന് അനുയോജ്യമായിട്ടുള്ള സർവീസസുകൾ SSLന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് ഫീച്ചർ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ വാസ് ഒറിജിനേറ്റഡ് ബൈ നെറ്റ്സ്കേപ്പ് ആണ്. നമ്മൾ പറഞ്ഞു ആണ് SSLനെ ഡെവലപ്പ് ചെയ്തത്. SSL is designed to make use of TCP to provide reliable end-to-end secure service. ഈ SSL ഡിസൈൻ ചെയ്തത് TCP എന്തിനു വേണ്ടിയിട്ടാണ്? മേക്ക് യൂസ് ഓഫ് TCP ടു പ്രൊവൈഡ് end-to-end സെക്യൂർ സർവീസസുകൾ റിലയബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TCPനെ ഒന്നുകൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SSL എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഇത്രയാണ്. പിന്നെ എന്താ ഈ SSL എന്ന് പറയുന്നത് 2 ലെയർഡ് പ്രോട്ടോക്കോളാണ്. ഇത്രയാണ് ഈ സെക്യൂർ സോക്കറ്റ് ലെയറിൻ്റെ ഫീച്ചേഴ്സുകൾ. അപ്പോൾ നമ്മൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താണ് SSLൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോക്കോൾസുകൾ ഓരോന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.